നമ്മൾ വിചാരിക്കുന്ന കളർഫുള്ളായിട്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറീസോ ഇൻസ്റ്റഗ്രാം ഫോട്ടോസൊന്നും പോലെയല്ല അവരുടെ ലൈഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം നാട്ടിൽ നമുക്ക് കിട്ടുന്ന സുരക്ഷിതത്വം, സേഫ്റ്റി, ഇതൊന്നും നമുക്കൊരിക്കലും ഒരു രാജ്യത്തും ചിലപ്പോൾ കിട്ടില്ല. ഒരു സ്കിൽഡ് ജോബാണ് ആക്ച്വലി ട്രേഡിങ്. ഒരു ലൈഫിൽ കരിയറിന് പകരം എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല ട്രേഡിംഗ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇത് നമ്മുടെ ശാപമാണ്. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാലേ നമ്മുടെ നാട് നന്നാവൂ. ഇല്ലെങ്കിൽ UK-ലോട്ടും ഓസ്ട്രേലിയയിലോട്ടും സ്റ്റുഡൻസ് വിസയിലോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ആ ചിലവാക്കുന്ന പൈസ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് നാട്ടിൽ തന്നെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും നാട്ടിൽ അടിപൊളിയായിട്ട് ജീവിക്കാനും സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടാണ് ആളുകൾ കേരളത്തിൽ നിൽക്കുക. ട്രേഡിംഗ് ആണോ ട്രെൻഡിങ്, അതോ UK പോകുന്നതാണോ ട്രെൻഡിങ്? രണ്ടും ട്രെൻഡിങ് ആണ്. അതായത് യുവാക്കൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുത്താൽ അല്ലെങ്കിൽ എവിടെ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, അതുപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാം. പ്രഷർ, അതായത് ഒരു വർക്ക് പ്രഷർ ഒഴിവാക്കിയിട്ട് എങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും നോക്കി നടക്കുന്നത്. സോ എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രിഫറൻസ് ട്രേഡിങ്ങിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കൊടുക്കാത്ത എല്ലാവരും പോകുന്നത് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ, UK, കാനഡ പോലുള്ള വിദേശ രാജ്യങ്ങളിലാണ്. പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ എൻ്റെ ഒപ്പീനിയൻ വളരെ ഓപ്പണപ്പായി പറയാം. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്കിൽഡ് ജോബാണ് ആക്ച്വലി ട്രേഡിംഗ്. ഒരു ലൈഫിൽ കരിയറിന് പകരം എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല ട്രേഡിംഗ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ UK, ഓസ്ട്രേലിയ പോകുന്നത് ലൈഫ് സെറ്റിൽ ചെയ്യാനോ ആണെന്നുള്ളത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും ട്രേഡിംഗ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ ട്രേഡിംഗ് പരീക്ഷിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ വിജയിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്നാലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാലോ ഒത്തിരി നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇതിന് ഫിനാൻഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്ത് പോലും നല്ല അടിപൊളി ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട്. ഇതൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഓസ്ട്രേലിയയും UK ഒക്കെ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഫ്രീഡം ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവിടെ പോയി എങ്ങനെ പണിയെടുക്കണം, എങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ളത് അവർക്ക് ഒരു പ്രസക്തമായ ഭാഗമല്ല. നാട്ടിൽ ഫ്രീഡം ഇല്ല, നാട്ടുകാർ കാര്യങ്ങൾ സംസാരിക്കുന്നു, ചോദിക്കുന്നു. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും പലരും UK, ഓസ്ട്രേലിയ ഒക്കെ ചൂസ് ചെയ്യുന്നത്. ബട്ട് പലരും അവിടെ പോയി വലിയ രീതിയിൽ പരാജയപ്പെടുന്നുണ്ട്. ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ആൾക്കാർ പരാജയപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഓസ്ട്രേലിയ, UK-ലൊക്കെ പോയിട്ട് ആളുകൾ പരാജയപ്പെടുന്നത്. വിജയിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെയാണ് അവിടെയും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും UK, ഓസ്ട്രേലിയക്ക് പകരം സ്റ്റോക്ക് മാർക്കറ്റ് ചൂസ് ചെയ്യുന്നത് അത്ര നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സുനിൽ പറഞ്ഞ പോലെ സ്കില്ല് തന്നെയാണ്. ഈ സ്കില്ല് എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലാണ് നമുക്കിത് ഓക്കെ ആണോ അല്ലെങ്കിൽ നമ്മളിത് ഫെയിൽ ആവോ സക്സസ് ആവോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ട്രൈ ചെയ്യാതെ എനിക്കിത് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ UK-ലും ഓസ്ട്രേലിയയിലും ഒക്കെ സെറ്റിൽ ആവുന്നവർ അല്ലെങ്കിൽ പോകുന്നവരുടെ ഏറ്റവും വലിയൊരു അവരൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലോൺ എടുത്ത് പോവും. ലോണൊക്കെ അടച്ചതിന് ശേഷമാണ് ഇവർ ഈ കാശ് സമ്പാദിക്കുന്നതിനെ കുറിച്ചും ഒരു വീട് വെക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ അത്രയും നാൾ പണിയെടുത്ത് അത് ലോൺ അടച്ച് ആ ഒരു സമ്പാദ്യം വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയൊരു കൺസേൺ ആണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് UK-ൽ നടക്കുന്ന പ്രോബ്ലംസ് ഭയങ്കര വലിയ പ്രോബ്ലംസാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വൈറ്റ് പീപ്പിൾസ് വന്ന് ആക്രമിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രോബ്ലമാണ്. അതായത് സ്വന്തം നാട്ടിൽ നമുക്ക് കിട്ടുന്ന സുരക്ഷിതത്വം, സേഫ്റ്റി, ഇതൊന്നും നമുക്കൊരിക്കലും ഒരു രാജ്യത്തും ചിലപ്പോൾ കിട്ടില്ല. ഇപ്പോൾ UK എത്ര സുരക്ഷിതമായിട്ടുള്ള രാജ്യമായിരുന്നു, അവിടെ ഇന്ത്യക്കാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു, പോലീസെല്ലാം നോക്കി നിൽക്കുന്നു. ഓസ്ട്രേലിയയിൽ ഇതേ ഇഷ്യൂ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസിനെ കോളേജുകളിൽ ആക്രമിക്കുന്നു. ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കരിയേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൻ്റെ ലാസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാം. എന്തൊക്കെ കരിയേഴ്സ് ഉണ്ട്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, എന്തൊക്കെ ജോലി സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയ, UK-ലോട്ടൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളെ പ്രലോഭിപ്പിച്ച് ചൂഷണം ചെയ്യാനായിട്ട് കുറേ ഏജൻസികളുണ്ട് എന്നുള്ളത് തന്നെയാണ്. നല്ല ഏജൻസികളുമുണ്ട്, മോശം ഏജൻസികളുമുണ്ട്. അപ്പോൾ ഈ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ UK-ലോട്ടൊക്കെ പോകുമ്പോൾ UK ഒക്കെ കാലഘട്ടം കഴിഞ്ഞു. എനിക്കൊന്ന് കഴിഞ്ഞ 3 വർഷമൊക്കെ കേരളത്തിൽ നിന്ന് അപ്രകാരം ആളുകളാണ് UK-ലോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ ആണെങ്കിൽ അങ്ങനെ എല്ലാ ആളുകൾക്കും പോകാൻ പറ്റില്ല. പാരൻസിന്
നല്ല ITR ഫയലിംഗ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3 ഇയർ എങ്കിലും 15 ലക്ഷത്തിന് മുകളിൽ ITR ഫയൽ ചെയ്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനൊരു ഏജൻസി ഉണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ അത്രയും ജെന്യുവിൻ കേസുകൾ മാത്രമേ ചെയ്യൂ, നല്ല യൂണിവേഴ്സിറ്റികളിലോട്ട് മാത്രമേ കുട്ടികളെ വിടുള്ളൂ. അത്രയും ജെന്യുവിനായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്പർ ഓഫ് ബിസിനസ്സിനേക്കാൾ കുറച്ച് ബിസിനസ്സേ ചെയ്യുന്നുള്ളൂങ്കിലും അവരെല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അങ്ങനെയാണ് പോയത്. അങ്ങനെ പോയത്. അപ്പോൾ അവരങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, മറ്റ് പല ഏജൻസികളും ഉണ്ട്. മറ്റ് പല ഏജൻസികളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് പിള്ളേരെ ഏതെങ്കിലും നമ്മൾ പേര് കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വിടുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന കുട്ടികളുടെ എയിമും വേറാണ്. പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും എന്താണ്, അവിടെ ചെല്ലുക, പാർട്ട് ടൈം ജോബ് ചെയ്യുക, സമ്പാദിക്കുക, ജീവിതം അങ്ങോട്ട് രക്ഷപ്പെടുത്തി കളയാം എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ ലൈഫ് കൂടുതൽ ഡിസാസ്റ്ററിലോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അവർ പിന്നീട് നമ്മൾ തന്നെ ഒരുപാട് പേര് പുറത്തുനിന്ന് ആളുകൾ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന ഒരാൾ സംസാരിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഒരുപാട് ഡ്രീംസ് ആയിട്ട് പോയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മള് ഓസ്ട്രേലിയ തന്നെയായിരുന്നു. എനിക്ക് ഫോറക്സ് ട്രേഡിംഗിൽ സാറിന്റെ അടുത്ത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നമ്മൾ സംസാരിച്ചപ്പോൾ അതെ, അതായത് ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൾസ് വരും. ഓസ്ട്രേലിയ, UK, യൂറോപ്പിൽ നിന്ന് വരുന്ന കോളിൽ വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു നല്ലൊരു SIP ഇടാൻ പോലും അവരാരും കേപ്പബിൾ അല്ല. നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ ആണല്ലോ, പക്ഷേ UAE എന്ന് വിളിക്കുന്ന ആളുകൾ, UAEയിലുള്ള ആളുകളുടെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഗൾഫിൽ നിന്ന് വിളിക്കുന്ന പലരും 50,000 ഒക്കെ SIP ഇടാൻ അവർ റെഡിയാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്നും UK എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ 5,000, 3,000 ഒക്കെയാണ് SIP ഇടുന്നത്. അതും നല്ലതാണ്, അവർ അതെങ്കിലും ഇടട്ടെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കളർഫുള്ളായിട്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറീസോ ഇൻസ്റ്റഗ്രാം ഫോട്ടോസൊന്നും പോലെയല്ല അവരുടെ ലൈഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പരസ്യമായ രഹസ്യമാണ്. പക്ഷെ ആരും തന്നെ അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവെ ഒരു കൾച്ചറുണ്ട്, അതായത് യൂറോപ്പിലുള്ളവർ വൺ സെറ്റിൽഡ് ആണ്, അവരിൽ വലിയ എമൗണ്ട് ഓഫ് പൈസ ഉണ്ട് എന്നുള്ളൊരു ടോക്ക്, അതായത് കുട്ടികളുടെ കയ്യിൽ. ഇപ്പോൾ ഒരു കാലത്ത് കേരളത്തിൽ കല്യാണം നടക്കണമെങ്കിൽ ദുബായിൽ ജോലി വേണമായിരുന്നു. പിന്നീട് അത് മാറി. ദുബായ്ക്കാർക്ക് കല്യാണം വലിയ കാര്യമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. പിന്നെ ഗവൺമെന്റ് ജോലിക്കാർക്കായി ഡിമാൻഡ്. ഇപ്പൊ കാനഡയ്ക്കാണ്, കാനഡ ഓസ്ട്രേലിയക്കാണ്. എന്ത് ജോലി അതുപോലെ ചോദിക്കില്ല ആരും. എവിടെയാ? കാനഡയിലാണ്. കാനഡയാണോ ഓസ്ട്രേലിയ ആണോ? ഓക്കെ, കല്യാണം സെറ്റ്. അപ്പോൾ പലരും കാനഡയ്ക്ക് ഓസ്ട്രേലിയയിലും പോകുന്ന കല്യാണം നടക്കാനാണെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പുറത്തുനിന്നുള്ള പബ്ലിക് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എബ്രോഡിലോട്ട് പോവാം, ലൈഫ് സെറ്റിൽ ചെയ്യാം, പക്ഷേ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അവിടെ പഠിച്ച്. ഇപ്പോൾ ഇന്ത്യക്കാർ പഠിക്കുന്ന ഒരു കൂടെ ക്ലാസ്സിൽ ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂവെങ്കിൽ അതൊരു മോശം ക്ലാസ് ആയിരിക്കും. വൈറ്റ് പീപ്പിൾസ് പഠിക്കുന്ന കോഴ്സസ് അവരുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ല കോഴ്സും അവരുടെ ലൈഫ് കൂടുതൽ കളർഫുള്ളാകാനും സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടിൽ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് പരീക്ഷിച്ച് നോക്കി 1-2 വർഷം പാരലായിട്ട് അതിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കുക. കാനഡയിൽ പോകാൻ വെച്ച കാശ് എടുത്ത് നേരെ സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് ആ കാശ് കളയരുത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. പക്ഷേ എല്ലാവരും പറയുന്നത് പൊതുവെ കേരളത്തിൽ രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ് എന്നുള്ളൊരു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് പല കാര്യങ്ങളും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിലും സാമൂഹികപരമായിട്ട് നോക്കുകയാണെങ്കിലും യുവാക്കൾക്ക് വേണ്ടത്ര സപ്പോർട്ട് കേരളം കൊടുക്കുന്നില്ല എന്നുള്ളത് അത് സത്യമായിട്ടുള്ള കാര്യം. എനിക്ക് ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രജിസ്ട്രാർ ഓഫീസിൽ നമ്മളൊരു പേപ്പറിന് വേണ്ടി കൊടുത്താണ്. അപ്പോൾ അവിടുത്തെ മെയിൻ രജിസ്ട്രാർ സ്ഥലം മാറിപ്പോയിട്ട് പുതിയ ആൾ വന്നിട്ടില്ല, സബ് രജിസ്ട്രാർ ഉണ്ട്. ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് 3 വീക്സായി, ഒരു ഒറ്റ സിംഗിൾ പേപ്പർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് 3 വീക്സായിട്ട് അവിടെ കയറി ഇറങ്ങി നടക്കുകയാണ്. പുതിയ ആൾ വരട്ടെ എന്ന് പറയുന്നത്. കേരളത്തിലൊരു ചെറിയൊരു പേപ്പർ വർക്കിന് ഞാൻ ഫേസ് ചെയ്ത് 3 ആഴ്ചയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ ഒരു കൈക്കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണോ, കാശിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കണം. അപ്പോൾ കാശല്ല സാർ, കാശിന് വേണ്ടിയിട്ടല്ല, എന്താണ് നമുക്ക് ചെയ്യാൻ പേടിയാണ് മുതിർന്ന ആളില്ലാതെ. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഓഫീസ് കേരളത്തിൽ തുറന്നു വെച്ചിരിക്കുന്നത്? കേരളത്തിലെ പല ഗവൺമെൻറ് ഓഫീസുകളുടെയും അവസ്ഥ ഇതാണ്. ശമ്പളമൊക്കെ കൃത്യമായിട്ട് അവർക്ക് എല്ലാവർക്കും കിട്ടുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയൊരു പേപ്പറിന് വേണ്ടി 3 ആഴ്ചയോളം ഒരു അരമണിക്കൂർ കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 3 ആഴ്ച. അപ്പം ഇതാണ് ഇവിടുത്തെ എല്ലാ മേഖലയിലും നടക്കുന്ന ചുവപ്പ് നാടാന്ന് നമ്മൾ പറയുന്നൊരു കാര്യം. ഇത് നമ്മുടെ ശാപമാണ്. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാലേ നമ്മുടെ നാട് നന്നാവൂ. ഇല്ലെങ്കിൽ ഇനിയും കുട്ടികൾ കാനഡയ്ക്കോ ഓസ്ട്രേലിയയ്ക്കോ ഒക്കെ പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് യൂറോപ്പിൽ പോയി സെറ്റിലായിട്ട് ഇവരുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? അതായത് ഇപ്പോൾ പോയി എല്ലാവരും അവിടെ നിൽക്കാനുള്ള സാധ്യതയാണോ? ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് എന്നായിരിക്കും. പഞ്ചാബ്. പക്ഷേ അതങ്ങനെയല്ല. ഗുജറാത്ത്, പഞ്ചാബ്, കർണാടക, തമിഴ്നാട്, ഇത്രയും സ്റ്റേറ്റുകളിൽ കേരളത്തിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഈ പറയുന്ന വിദേശത്തേക്ക്, തമിഴ്നാട് കേരളത്തേക്കാൾ കുറവാണ്, എന്നാൽ കർണാടകയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള മൈഗ്രേഷൻസ് ഈ പറയുന്ന കാനഡയിലോട്ടും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലോട്ടും UK യിലോട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കേരളം വരുന്നുള്ളൂ. ഇനി ഇവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു 5 years ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് പരാജയപ്പെടുന്ന ആൾക്കാരില്ലേ, ഇവിടെ ലൈഫ് അടിപൊളിയാകാത്ത, അവിടെ പോയി ലൈഫ് പരാജയപ്പെട്ട ആൾക്കാരെല്ലാവരും തിരിച്ചു വരും. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഇവിടെ നിന്നും വീണ്ടും ഒന്നുമേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെ പോയി രക്ഷപ്പെട്ട ആൾക്കാർ, നമ്മൾ കഴിവുള്ള ആൾക്കാരാണ്, അവർ കൂടുതൽ അടിപൊളിയായിട്ട് അവരുടെ ലൈഫ് കൊണ്ടുവരും. പക്ഷെ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നമ്മുടെ നാട്ടിൽ വരാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നു, ദുബായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗൾഫിലാണ് പോകുന്നതെങ്കിൽ അവരുടെ ലൈഫായിരിക്കും കൂടുതൽ അടിപൊളി. അല്ല, അവർ സ്ട്രഗിൾ ചെയ്യുന്നതിനുള്ള ഒരു റിസൾട്ട് അവർക്കുണ്ട്. എനിക്കൊന്നും ഇപ്പോൾ കാനഡയിൽ നിന്നും UK നിന്നൊക്കെ ഒത്തിരി മൈഗ്രേഷൻസ് ദുബായിക്ക് നടക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ നിന്ന് ദുബായിക്ക് പോയി ജോലി നേടുന്നുണ്ട്. പക്ഷെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉഡായിപ്പിൽ രക്ഷപ്പെടാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കണ്ട അല്ലേ. ട്രേഡിങ്ങിലായാലും യൂറോപ്പിൽ UK യിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ചെന്ന് രക്ഷപ്പെടാന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡും അല്ല, എന്തും ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടണം. എല്ല് മുറിയെ പണിയെടുത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാം, അല്ലാതെ വേറൊരു പരിപാടിയില്ല. നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് NISM സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. നമ്മൾ CFAയും അങ്ങനെ കുറച്ച് സർട്ടിഫിക്കേഷൻ, ഹയർ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു BCom കഴിഞ്ഞ സ്റ്റുഡൻറ്റിനോ +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിനോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സർട്ടിഫിക്കേഷൻസ്. ഒന്ന് NISM Series 1 എന്ന് പറയുന്ന കമ്മോഡിറ്റീസിൻ്റെ സർട്ടിഫിക്കേഷനാണ്. ഈ ഒരു എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കമ്മോഡിറ്റി ബ്രോക്കറേജ് ഹൗസുകളിലൊക്കെ ജോലി കിട്ടാനും ബ്രോക്കറിലൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണ്. അതുപോലെ തന്നെ NISM 5A മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ സർട്ടിഫിക്കേഷൻ, അത് ആർക്കും എഴുതിയെടുക്കാം. മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്തുകൊണ്ട്, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ലോങ് ടൈം ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി Series 7 എക്സാം ഓപ്പറേഷൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷനാണ്. ഈ ബ്രോക്കിംഗ് ഹൗസുകളിലും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ റിസ്ക് മാനേജർ, കംപ്ലൈൻറ്റ് ഓഫീസർ തുടങ്ങിയ ലെവലിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ Series 8 എന്ന് പറയുന്ന ഇക്വിറ്റി ഡെറിവേറ്റീവ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. 8 പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് ഡെറിവേറ്റീവ് ട്രേഡർ, ടെർമിനൽ ഹാൻഡ്ലിംഗ് എന്നുള്ള ജോബുകളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ജോബുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല പാക്കേജിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനിയും നമുക്ക് മറ്റ് 12 NISM Series 12 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ അഡ്വൈസർ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇത് ഒരു ഫണ്ട് മാനേജർ അല്ലെങ്കിൽ എന്താ പറയുക അഡ്വൈസർ, അത്തരത്തിലുള്ള പോർട്ട്ഫോളിയോ മാനേജർ എന്നുള്ള ലെവലിലൊക്കെ നമുക്ക് ഈ ബ്രോക്കിംഗ് ഹൗസുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയും ഏറ്റവും അവസാനമായിട്ട് NISM Series 15 റിസ്ക് മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. അവിടെ റിസ്ക് മാനേജറായിട്ടോ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടുള്ള ജോബുകളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ടോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രേഡ് ടോക്സിൻ്റെ എല്ലാ ട്രെയിനേഴ്സും തന്നെ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇനിയുമായിട്ടുള്ള നമ്മൾ ട്രെയിനേഴ്സിന് എടുക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, നമ്മൾ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെയാണ്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പോലും ഒരു ജോലി കിട്ടണമെങ്കിൽ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ മാത്രമേ നമ്മൾ ജോബിന് എടുക്കൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഇനി മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്ലാനിങ്ങിൽ നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ NISM സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ NISM സർട്ടിഫിക്കേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ട്രേഡ് ടോക്സ് ഹെൽപ്പ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. നിങ്ങൾ കരിയറിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ അത്തരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അത് കണ്ടില്ല എന്ന് വിചാരിക്കരുത്. ഇനിയിപ്പോൾ ട്രേഡിങ്ങിൽ പരാജയപ്പെട്ടാൽ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് വിൻ ചെയ്യുന്നില്ല എങ്കിലും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കർ ഓഫീസുകളിൽ നല്ലൊരു ജോലി കിട്ടുകയും അതിൽ നിന്ന് ലൈഫിൽ ഒരു മികച്ച ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്.
അപ്പോൾ ട്രേഡിംഗ് ചെയ്ത് നോക്കൂ. പരാജയപ്പെടുന്ന ആൾക്കാർ നിരാശപ്പെടേണ്ട. ഇതേ മേഖലയിൽ തന്നെ അവർക്ക് നല്ലൊരു ജോലി സാധ്യത അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്ത് സെലക്ട് ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും നല്ലൊരു ഇൻഫർമേഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പേര് ഫെയിലായി പൈസ പോയൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നൊരു പ്രശ്നമല്ല. ഇങ്ങനെയുള്ള എക്സാംസ് എഴുതാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നോളജ് ഉണ്ടാവും. നിങ്ങൾ അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡും ആയിരിക്കും. വലിയ പാടുള്ള എക്സാംസ് ഒന്നുമല്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫിനാൻസ് ഫീൽഡും സ്റ്റോക്ക് മാർക്കറ്റും ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പാസ്സായി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ വരുന്ന 100% ആൾക്കാരെയും പാസ്സാക്കാനായിട്ട് പറ്റും. നമ്മുടെ ട്രെയിനർ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ നമ്മുടെ അതെ ഇപ്പം ഞാനൊക്കെ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വന്ന പുതിയ ട്രെയിനേഴ്സ് എല്ലാവരും ഒരാൾക്ക് മാത്രമാണ് 2 ടൈം എഴുതേണ്ടി വന്നുള്ളൂ. ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈം തന്നെ പാസ്സായി എടുക്കുമായിരുന്നു. ആ ഒരു ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കത് നമ്മുടെ സ്റ്റുഡൻസിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ NISM സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട്. കരിയറിന് വേണ്ടിയിട്ട് മാത്രമൊന്നും അല്ല കേട്ടോ, ഒരു സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം വലിയ ചിലവൊന്നും വരുന്നൊരു പരിപാടി അല്ലല്ലോ. അപ്പോൾ കരിയറിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിന് UK യിലും ഓസ്ട്രേലിയയിലും ഒന്നും പോകണ്ട. ഇനിയിപ്പോൾ ഈ പറയുന്ന UK യിലും ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല ഏജൻസികളെ നല്ല രീതിയിൽ നമ്മളെയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന നല്ല യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്ത് നല്ല ഏജൻസികൾ ചൂസ് ചെയ്ത് ഒക്കെ നിങ്ങൾ പോവാം. ഈ അത്തരത്തിലുള്ള നല്ല ഏജൻസികളൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏജൻസി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഏജൻസിനെ സമീപിക്കാവുന്നതാണ്. പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത്, കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ട 1-2 നല്ല പ്രൊഫൈൽസ് നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ നമ്പർ കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.